തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട വി.എസ്. സുനിൽകുമാർ ഉന്നയിച്ച ആരോപണങ്ങൾ നമ്മൾ കണ്ടു. കോൺഗ്രസിന് സ്ഥാനാർത്ഥിയായ കെ മുരളീധരനും സമാനമായ ആരോപണം. അതായത് ഏപ്രിലിൽ തന്നെ പോലീസിന്റെ ഗൂഢാലോചന നടന്നു. അത് ഒറ്റയ്ക്ക് അങ്കിത് അശോകന് ചെയ്യാൻ കഴിയില്ല. അതിന് പിന്നിൽ അജിത് കുമാർ തന്നെയാണ് എന്ന് മുരളീധരനും ആവർത്തിക്കുകയാണ്. വ്യക്തമായിട്ടുള്ള പിക്ചർ പുറത്തു വരും. അതുകൊണ്ട് ഞാൻ ആവശ്യപ്പെടുന്ന ജുഡീഷ്യൽ അന്വേഷണം വേണം. ഈ പൂരം കലക്കിയതിനെ കുറിച്ച് ജുഡീഷ്യൽ അന്വേഷണം വേണം. അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ശക്തികൾ ആരാണെന്ന് ജനങ്ങൾക്കറിയാം. അതുകൊണ്ട് അക്കാര്യത്തിൽ ശക്തമായിട്ടുള്ള നിലപാട് ഗവൺമെൻറ് എടുക്കണം. ഞാൻ ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രിക്ക് ഇന്നോ നാളെയായിട്ട് കത്ത് നൽകും. വലിയ രീതിയിലുള്ള ഒരു ആശയമാണ് പോലീസ് തലപ്പത്ത് തന്നെ ഉണ്ടായിരിക്കുന്നത്. വലിയ രീതിയിൽ ആളുകൾക്കിടയിൽ ഒരു വലിയ നാണക്കേടായിരിക്കുകയാണ്. ഒരുപാട് കേസുകൾ അട്ടിമറിക്കപ്പെട്ടു സംശയമില്ല. അതായത് കേസുകളൊക്കെ അട്ടിമറിക്കാൻ നേതൃത്വം നൽകിയ ആളെ അദ്ദേഹത്തിന് ലോ ആൻഡ് ഓർഡറിന് പോലും മാറ്റി നിർത്താതെയാണ് ഇന്നലെ ഒരു അന്വേഷണ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇത് കേട്ടാൽ ചിരി വരും. ഏത് ഉദ്യോഗസ്ഥനെതിരായിട്ടാണോ അന്വേഷിക്കുന്നത് ആ ഉദ്യോഗസ്ഥൻ്റെ കീഴുദ്യോഗസ്ഥന്മാരെയാണ് കേസ് അന്വേഷിക്കാൻ ചുമതലപ്പെടുത്തിയത്. അതിൽ നിന്ന് തന്നെ ഇത് ഒക്കെ വ്യക്തമാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ ഈ പൂരത്തിൻ്റെ കാര്യത്തിൽ ജുഡീഷ്യൽ എൻക്വയറിയിൽ കുറഞ്ഞ് ഒന്നുകൊണ്ടും ആരും തൃപ്തിപ്പെടില്ല. അതോടൊപ്പം തന്നെ അജിത് കുമാറിനെ പോലുള്ളവരെ സർവീസിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് വേണം അന്വേഷണം നടത്താൻ. അദ്ദേഹത്തിനെ പുറത്താക്കാൻ മുഖ്യമന്ത്രി കേന്ദ്ര ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെടണം. കാരണം IPS ഉദ്യോഗസ്ഥനാണ്. അല്ലെങ്കിൽ പാർട്ടി നിയമ നടപടികളെക്കുറിച്ച് പാർട്ടി ആലോചിക്കും. അങ്ങനെ കോടതിയിൽ പോകാമല്ലോ. ഏതായാലും ഈ കേസ് അങ്ങനെ വിട്ടുകളയാൻ ഞങ്ങൾ തീരുമാനിച്ചു. തീർച്ചയായിട്ടും സുരേഷ് ഗോപിയെ വിജയിപ്പിക്കുക. കാരണം അതുവരെ മത്സരം UDF LDF തമ്മിലാണ്. അതാണ് ഒറ്റ രാത്രി കൊണ്ട് അട്ടിമറിച്ചത്.